ഇപ്പൊ ഈ 10 വർഷം നമ്മുടെ LDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് എന്റെ വീടിനടുത്ത് ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ ഉണ്ട്. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്ന മാറ്റം എന്ന് പറയുന്നത് ആ തുണ്ടിനെ മരുന്നാക്കി തന്നത് LDF ഗവൺമെന്റാ. തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം LDF ഞാൻ പറയട്ടെ, ആയുഷ് ആരോഗ്യ മന്ത്രി ഹെൽത്ത് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ. നീ ഒന്നും പണയണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹെൽത്ത് ഗ്രാന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഗ്രാന്റ് കൊടുക്കുന്നത് പേര് മാറ്റി വീണ ജോർജ് പേര് മാറ്റി ആയുഷ് ആരോഗ്യ മന്ദിർ അതാ പേര്. നിങ്ങൾ അധികാരത്തിൽ ഏറുമ്പോഴത്തേക്ക് പ്രകടന പത്രികകൾ മുമ്പിൽ വെക്കുമ്പോഴത്തേക്ക് ആ പ്രകടന പത്രികയിൽ പറയുന്ന എന്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് മനസ്സിലാകുന്നില്ല. അതുപോലെ വേണം ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഭരണത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് പ്രകടന പത്രിക മുന്നോട്ട് വെക്കുമ്പോഴത്തേക്ക് ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. പ്രകടന പത്രികയിൽ 5 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പറയുന്നത് ഞാൻ നിങ്ങളുടെ പുള്ളിക്കടയിലെ കൗൺസിലർ ഹണി ബെഞ്ചമിന്റെ പ്രകടനത്തെ സഹോദരിക്ക് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കടയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കും. എവിടെ നടപ്പിലാക്കിയത്? ഇന്നും ജനങ്ങള് ശൗചാലയം പോലുള്ള നരകയാത്ര അനുഭവിക്കുക. എന്തിനു നിങ്ങൾ വ്യാജ വാഗ്ദാനം കൊടുത്തു? നരകയാത്ര അനുഭവിക്കുക. നിങ്ങൾക്ക് എല്ലാ സൗകര്യമുണ്ട്, ആ ജനങ്ങൾക്ക് ഒരു സൗകര്യമില്ല സഹോദരി. ആ റെയിൽവേയുടെ ഭൂമി വാങ്ങിക്കാനുള്ള കഴിവില്ലെങ്കിൽ രാജിവെച്ച് പോകുന്നേ. ഞങ്ങൾ കൊണ്ടുവരാന്നേ, ഞങ്ങൾ അധികാരത്തിൽ വരുന്നുണ്ടേ, ഞങ്ങൾ കൊണ്ടുവരാം. നിർത്തി നിർവഹിക്കുവാണെന്നേ. ചോദിക്കാനുള്ളത് BJP പ്രതിനിധിയാണ്. നിങ്ങൾ പേരിടുന്ന കാര്യത്തിൽ LDF ഭയങ്കര സംഭവം എന്ന് പറയുന്നത്, അതിനേക്കാൾ വലിയ സംഭവമാണ് നിങ്ങൾ ആ ഹെൽത്ത് സെന്റർ സബ് സെന്റർ ആണ്. ഇപ്പൊ ഞാനും നിങ്ങൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് 1 രൂപ പോലും ആ സംരംഭത്തിന് കിട്ടിയിട്ടില്ല. അത് കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ്. എന്നിട്ട് നോക്കൂ, നാഷണൽ ഹെൽത്ത് മിഷൻ ഗ്രാന്റ് ആയിട്ട് കേരളത്തിൽ 1 രൂപ പോലും കിട്ടിയിട്ടില്ല എന്ന് തെളിയിക്കാൻ അങ്ങേക്ക് സാധിക്കും? കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങ് പറയുന്ന ഏത് സ്ഥലത്ത് വരാൻ നാഷണൽ ഹെൽത്ത് അപ്പോൾ ആ വീണ ജോർജിനെ പുറത്താക്കണം. പിന്നെ എന്തിനാണ് ഇവർ ഈ ആയുഷ്മാൻ ആരോഗ്യം എന്ന് എഴുതി വെക്കുന്നത്? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എന്റെ നാട്ടിൽ അതുകൊണ്ട് പോയിന്റ് ഇത്രേ ഉള്ളൂ. അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മ, അഴിമതി. ഒരു നിമിഷം, അഴിമതി ഇതാണ്. എല്ലാരും വിളിച്ചു.